സഹോദരങ്ങളെ, ലൂർദിൽ അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോയ്ക്കരികിലാണ്. നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. നിയോഗങ്ങളെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഇവിടെ എഴുതപ്പെടുന്ന എല്ലാ നിയോഗങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശിൽ ഈശോ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചല്ലോ. അവിടുന്ന് സകലതും ഞങ്ങൾക്കായി പൂർത്തീകരിച്ചെന്ന് നേരിട്ട് ദൃക്സാക്ഷിയായി അമ്മ മാതാവ് കണ്ടതാണല്ലോ. അമ്മേ, കുരിശിൽ ഈശോ ചെയ്തു കഴിഞ്ഞതിൻ്റെ സകലതിൻ്റെയും ആ നിറവുകൾ, അനുഗ്രഹങ്ങൾ മുഴുവനും അത് ഈശോ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിന് അടയാളമായി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി അമ്മ പ്രാർത്ഥിക്കണമേ. ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളിലേക്കും കർത്താവിൻ്റെ കരുണ വെളിപ്പെടുന്നതിന് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർ 4:6-7 വചനത്തോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആകുലപ്പെടേണ്ട. പ്രാർത്ഥനയിലൂടെ, യാചനയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആവേ മരിയ.